നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എസ്റ്റമാറ്റിൽ അഫെയർ ഉള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ത്രീ ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. നിങ്ങൾ റിലേഷൻ ഇടയ്ക്ക് ഒരു തേർഡ് പേഴ്സൺ ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അത് കരിയർ ബേസ്ഡ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആയിട്ടായിരിക്കാം, അതല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് കണക്ഷൻ ആയിട്ടായിരിക്കാം. അപ്പം അങ്ങനെ ഒരു പേഴ്സൺ, തേർഡ് പേഴ്സന്റെ ഇൻഫ്ലുവൻസ് നിങ്ങളുടെ റിലേഷനിലുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം നിങ്ങളുടെ പേഴ്സണ് ഒരു തേർഡ് പേഴ്സൺ ഉണ്ട് എന്നുള്ളത്. ചിലപ്പോൾ നിങ്ങൾ അറിയുന്ന പേഴ്സൺ ആയിരിക്കാം. എന്തായാലും ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് ഈ റിലേഷനിലുള്ളതായിട്ടാണ് കാണുന്നത്. അത് നിങ്ങളുടെ റിലേഷനെ ഒരു നെഗറ്റീവായിട്ടുള്ള രീതിയിൽ ബാധിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾ തമ്മിലുള്ള റിലേഷനിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന, നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഡെപ്തിനെ ബാധിക്കുന്ന, ആ ഒരു റിലേഷന്റെ സ്ട്രെങ്ത്തിനെ ബാധിക്കുന്ന രീതിയിൽ ഈ ഒരു പേഴ്സന്റെ ഇൻഫ്ലുവൻസ് വരുന്നു എന്നുള്ളതാണ് കേട്ടോ. ദ സ്റ്റാർ കാർഡാണ്. ഈ റിലേഷനിൽ ഒരു ഫ്യൂച്ചർ ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് റിലേഷൻ കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളത് നോക്കുമ്പോൾ ഇവിടെ യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഒരു ബ്ലെസ്സിങ്സ് ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ഈ റിലേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. ഫ്യൂച്ചറിൽ ഇപ്പോഴേ നടക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നൊരു മാറ്റം വരും എന്നുള്ളതാണ് കാണിക്കുന്നത്. യൂണിവേഴ്സിന്റെ ആ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങളുടെ റിലേഷനെ വേറൊരു തലത്തിലോട്ട് മാറ്റും എന്നുള്ളതാണ് കാണിക്കുന്നത്. ദ മൂൺ കാർഡാണ്. അതായത് ഈ ഒരു റിലേഷനിൽ ഇപ്പം നിങ്ങൾ ഒരു നോ കോണ്ടാക്റ്റിലോ ലെസ് കോണ്ടാക്റ്റിലോ നിൽക്കുവാണെങ്കിൽ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു മിസ്സിങ് എനർജിയിലാണ് നിൽക്കുന്നത്. അവർ നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ. നിങ്ങൾ തമ്മിൽ മാറി നിൽക്കുമ്പോൾ അത് അവരെ പെയിൻഫുൾ ആക്കുന്നുണ്ട്. അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. എപ്പോഴും നിങ്ങളുടെ ചിന്തകൾ അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അവർക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ള ഒരു എനർജി തന്നെയാണ് അവർ ഈ റിലേഷനിലുള്ളത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. സെവൻ ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ഇവിടെ ഈ റിലേഷനിൽ ഒരു ഗ്രോത്ത് വരുന്നില്ല, എപ്പോഴും പ്രശ്നങ്ങളാണ് എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങളുടെ പേഴ്സണുള്ളത്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാവുന്നുണ്ടാവാം, എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നുണ്ടാവാം. അതൊക്കെ അവരെ വിഷമത്തിലാക്കുന്നുണ്ട്. അവർ ഈ റിലേഷൻ നല്ല രീതിയിൽ ഒരു ഗ്രോത്തിലോട്ട് വരും. രണ്ടുപേരും തമ്മിൽ ആ ഒരു ബോണ്ടിങ്ങിലൂടെ റിലേഷൻ കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ റിലേഷനിൽ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അത് അവരുടെ ആ ഒരു കോൺഫിഡൻസിനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്, അവരെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അവർ ആഗ്രഹിച്ച ഒരു ഗ്രോത്ത് റിലേഷനിൽ വരാത്തതിന് അവരത്രയും സ്ട്രെസ്ഫുൾ ആണ് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ഇവിടെ ചിലപ്പോൾ ഈ തേർഡ് പേഴ്സന്റെ ഇൻഫ്ലുവൻസ് കൂടി അതിന് റീസൺ ആവുന്നുണ്ടാവാം. അവർക്ക് ഈ റിലേഷൻ ഗ്രോത്തിലോട്ട് വരുന്നില്ല, ഈ റിലേഷൻ നീ കൊണ്ടുപോയിട്ട് എന്താ കാര്യം, ഇതിലൊരു നിങ്ങൾ തമ്മിലൊരു ബോണ്ടിങ് ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അവരെ തിരുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാവും തേർഡ് പേഴ്സൺ. അതൊക്കെ ഇവരെ മാനസികമായിട്ടൊരു വേദനയിലൂടെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ദ ഹെർമിറ്റ് കാർഡാണ്. ഈ റിലേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അവർ ചിന്തിക്കുന്നുണ്ട് മുന്നോട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് ഈ ഇഷ്യൂസ് ഇവിടെ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനൊക്കെ അവർ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവരുടെ മനസ്സിൽ ഭയങ്കര പെയിൻ ഉണ്ട്, എന്താണ് മുന്നോട്ട് ചെയ്യേണ്ടതെന്ന് അറിയാത്തതിൻ്റെ ഒരു പെയിൻ അവർ നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട്. ഈ റിലേഷനിൽ എന്തായാലും ഇത് നഷ്ടപ്പെടുത്താൻ അവരെ കൊണ്ട് പറ്റുന്നില്ല. അപ്പം ഇതിൽ മുന്നോട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം, ആളായിട്ട് എന്തെങ്കിലും ഡിസിഷൻ എടുക്കണം, എന്തെങ്കിലും ആലോചിച്ചൊരു തീരുമാനത്തിലോട്ട് എത്തണം എന്ന് നിങ്ങളുടെ പേഴ്സൺ കരുതുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഓക്കെ, പേജ് ഓഫ് സോഴ്സ് എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വളരെ ആലോചിച്ചൊരു തീരുമാനം എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പം നോ കോണ്ടാക്ട് ആണെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് കോണ്ടാക്ട് ഉണ്ടാവും. അവർ വളരെ ആലോചിച്ച് ഈ റിലേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസിഷനിലോട്ട് തന്നെ വരും എന്നാണ് കാണിക്കുന്നത്. അങ്ങനെ വരികയും അവരുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവുകയും ചെയ്യും എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പം അവർ ഇപ്പോഴും ഈ റിലേഷൻ നടക്കുന്ന ഇഷ്യൂസ് എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഏസ് ഓഫ് കപ്സ് എനർജിയാണ്. നിങ്ങൾ എത്രയും ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ടും ആഴത്തിലും നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് ഇവർ. അവരുടെ മനസ്സിൽ അത്രയും സ്നേഹം നിങ്ങളോടുണ്ട്. ഇവരുടെ സ്നേഹത്തിൽ നിങ്ങൾ
ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ഇവിടെ തേർഡ് പേഴ്സൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിലും അത് അവർ ആ ഒരു റിലേഷനെ നിങ്ങളെപ്പോലെയല്ല കാണുന്നത്. അത് അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് കണക്ഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ കൊളീഗ്സ് ആയിരിക്കാം, അങ്ങനെയുള്ള ഒരു കണക്ഷൻ ആയിട്ടാണ് കാണുന്നത്. അപ്പം അത് ചിലപ്പം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ വ്യത്യാസം അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അവർ നിങ്ങളുടെ റിലേഷനെ ബാഡ് ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകാൻ, നിങ്ങൾ തമ്മിൽ കണക്ഷനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ അവരുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിലും നിങ്ങളെ പേഴ്സൺ ഒരിക്കലും നിങ്ങളെ വിട്ട് കളയില്ല എന്നുള്ളതാണ്. നിങ്ങളോടുള്ള സ്നേഹം അത്രയും സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ആരൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിച്ചാലും അവർ നിങ്ങളെ ഉപേക്ഷിക്കില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അത്രയും ആഴത്തിലുള്ള ഒരു സ്നേഹം ഇവിടെയുണ്ട്. അത്രയും ഇമോഷണലി നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആണ്. അത്രയും ഒരു സ്ട്രോങ് ബോണ്ടിങ് ആണ് നിങ്ങൾ തമ്മിലുള്ളത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് മെസ്സേജ് കണ്ടു നോക്കാം ഏഞ്ചൽസിൻ്റെ. ഡോണ്ട് സ്റ്റോപ്പ് എന്നാണ് കാണിക്കുന്നത്. ചിലർക്ക് ഒരു തേർഡ് പേഴ്സൺ ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായത്തിനൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് റിലേഷൻ വിട്ടു പോവാം എന്നുള്ളൊരു ചിന്തയുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങളിത് സ്റ്റോപ്പ് ചെയ്ത് പോകേണ്ട സിറ്റുവേഷൻ അല്ല. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് അത്രയും സ്നേഹമുണ്ട്, അവർ നിങ്ങളെ മനസ്സിലാക്കുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. ട്രസ്റ്റ് എന്ന് കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ വിശ്വസിക്കണം എന്നുള്ളതാണ്. ആ ഒരു വിശ്വാസമാണ് ഈ റിലേഷനെ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ യൂണിവേഴ്സിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് ഉണ്ടാവണം. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ ട്രസ്റ്റ് ചെയ്യണം. ആ ഒരു സ്നേഹത്തിൽ നിങ്ങൾ വിശ്വസിക്കണം എന്നുള്ളതാണ് കാണിക്കുന്നത്. എത്രമാത്രം നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് ഈ റിലേഷനിലെ ചേഞ്ചസ് വരും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലോസ് കൂടി നോക്കാം. ലെറ്റർ എൻ, ജൂൺ, നവംബർ, ഏപ്രിൽ, കൊല്ലം, അശ്വതി, ലെറ്റർ യു, ലെറ്റർ ജെ, പത്തനംതിട്ട, ചിത്തിര, 2000, 2001, ഫെബ്രുവരി, ഒക്ടോബർ, ഉത്രം, ലെറ്റർ സി, 1988, 1998, 1998, പൂരുട്ടാതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.